നാം തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വേദഭാഗമുണ്ട്. അതിന് ചില കാര്യങ്ങൾ ഇന്ന് ഓർപ്പിക്കാം. അതിന് ശേഷമായിട്ട് അതിന് മുൻപ് ചിന്തിച്ച ഭാഗങ്ങൾ നമുക്ക് ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ചിന്തിക്കണം. കർത്താവിന് മഹത്വം. അതിന് മുമ്പ് ചിന്തിച്ചത് ഇവര് മരുഭൂമിയിൽ പട്ടുപോയി. ആ പട്ടുപോകാനുള്ള കാരണം എന്താണെന്നാണ് ചിന്തിച്ചത്. അത് 10-35 കൂട്ടം കാര്യമുണ്ട്. അതിൽ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, പിറുപിറുപ്പ്. ആ പിറുപിറുപ്പില് 12 സ്ഥലത്ത് വെച്ച് പിറുപിറുത്തു. അതിൽ എനിക്ക് തോന്നുന്നത് 9 സ്ഥലത്തെ പിറുപിറുപ്പാണ് നമ്മൾ ചിന്തിച്ചത്. അത് നമുക്ക് പിന്നീട് അടുത്ത ദിവസം ചിന്തിക്കാം. എന്നാൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ച വന്ന ഒരു ഭാഗമുണ്ട്. അത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ്. അതിലൊരു പദമാണ് നമ്മൾ ചിന്തക്കെടുത്തത്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ എല്ലാ കാര്യവും കർത്താവ് നമ്മളോട് പറയത്തില്ല. ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ച് തിരിച്ചറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ വചനത്തിൽ കൂടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ് ഏതാണ്ട് 18 കൂട്ടം കാര്യം ദൈവഗതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു. അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുക. ചടികിടാനൊന്ന് പറയാമെങ്കിൽ വളരെ പ്രയോജനമായിരുന്നു. ഒന്നാമത് ദാവീദ് തിരിച്ചറിഞ്ഞ കാര്യം ഗോലിയാത്തിനെ കൊല്ലുക എന്നുള്ളത്. 2 മക്കളെ ദൈവാലയത്തിലേക്ക് അയച്ചു. പിന്നെ 3 ദൈവാലയത്തിന് വേണ്ട പണിമാൻ വേണ്ട പള്ളി പണിയാനുള്ള കാര്യങ്ങളെല്ലാം കഷ്ടതയുടെ തീച്ചൂളയ്ക്കിടെ പോയപ്പോഴും കരുതി ഒരുക്കി വെച്ചു. അടുത്തത് 4 പെട്ടകം തിരികെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ പെട്ടകം അതിനെ ബാലയഹൂദിയിൽ കുന്നിന്മേൽ അഭിനാദാവിന്റെ വീട്ടിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. പിന്നെ ശൗലിനെ കൊല്ലുവാൻ 2 പ്രാവശ്യം അവസരം കിട്ടിയിട്ടും കൊന്നില്ല. ശൗലിനെ കൊല്ലുവാൻ 2 പ്രാവശ്യം അവസരം കിട്ടിയിട്ടും കൊന്നില്ല. ദാവീദിന് മനസ്സിലായി, എന്റെ കൈകൊണ്ട് കൊല്ലുന്നത് ദൈവഹിതമല്ല. അത് തിരിച്ചറിഞ്ഞ് കൊന്നില്ല. അടുത്തത് 6 സിയോൻ കോട്ട ദാവീദ് പിടിച്ചെടുത്തു. സിയോൻ കോട്ട പിടിക്കാൻ ദൈവം പറഞ്ഞില്ല. പക്ഷെ ദാവീദിനറിയാം ഇത് ദൈവത്തിന് വേണ്ട പട്ടണമാണ്, സ്ഥലമാണ്. അത് തിരിച്ചറിഞ്ഞ് അവിടെ കുടിയിരുന്ന യെബൂസ്യരെ മാറ്റി ആ പട്ടണം സിയോൻ കോട്ട ദാവീദ് പിടിച്ചു. അടുത്തത് ശൗലിന്റെ കൊച്ചുമകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനെ ലോദേമാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഹീറിന്റെ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജഭോജനം കൊടുത്തു. സ്തോത്രം. അവനെ കൊണ്ടുവരണമെന്നുള്ളതും രാജഭോജനം കൊടുക്കണമെന്നുള്ളതും ദൈവത്തിന്റെ തിരികിതമാണ്. അത് തിരിച്ചറിഞ്ഞ് 2 കാലും മുടന്തി ആമേൻ ലോദേമാരി കിടന്ന മെഫീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിരുത്തി രാജഭോജനം കൊടുത്തു. നമ്മോടുള്ള ബന്ധത്തിൽ ആർക്കും വേണ്ടാതെ പാപത്തിന്റെ മുടന്തും പിടിച്ച് വരണ്ട അനുഭവങ്ങളിൽ കൂടി യാത്ര ചെയ്ത് ഗത്യന്തരവും ഇല്ലാതെ ലക്ഷ്യബോധമില്ലാതെ വല്ലാതെ കിടന്ന എന്നെയും നിങ്ങളെയും നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ സ്നേഹത്താൽ നമ്മെ തിരഞ്ഞെടുത്ത് മക്കളും അവകാശികളുമാക്കി നമ്മുടെ ആ പഴയ അനുഭവങ്ങളെല്ലാം മാറ്റി മഹാരാജാവിന്റെ കൊട്ടാരമാകുന്ന ഈ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇതിനകത്തെ ഭക്ഷണ പദാർത്ഥ പാനീയമെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. വലിയ സന്തോഷമില്ലെന്ന് തോന്നുന്നു. പണ്ട് മന്ദിപ്പാറയിലെ കൊച്ചമ്മ പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. അത് എനിക്കെല്ലാം അറിയത്തില്ല, ഒരു വരിയേ അറിയാവുള്ളൂ. വരുവിനിവിടെ മധുരമുള്ള പലഹാരമുണ്ടെന്ന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പാട്ട് അറിയാമോ? വരുവിനിവിടെ മധുരമുള്ള പലഹാരമുണ്ട്, അത് ഒരുമയോടെ വന്ന് വാങ്ങി ഭക്ഷിപ്പിനതാണ്. അതെ. അപ്പൊ ഈ നല്ല സ്ഥലത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയും, എന്റെ ശൈലി പറയാ, പെന്തിക്കോസി വന്നതാണ് നമ്മുടെ ഭാഗ്യം. അതെ, അതിന് യാതൊരു തർക്കവുമില്ല. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവേശുവിനെ അറിഞ്ഞതും കർത്താവിനെ ആരാധിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് കൂടുതൽ വേറൊരു ഭാഗ്യമില്ലെന്ന്. സ്തോത്രം. തരമെഴുമലങ്കാരമില്ല
സ്ഥാനമാന ക്ഷോഭമില്ല, ധരമെടും അലങ്കാരമില്ല. സ്ഥാനമാന ക്ഷോഭമില്ല, പരനോട് എതിർപ്പയനമില്ല. പരിഭവിക്കില്ലോ, ക്ഷമിക്കാൻ മാത്രമാ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ. പരമൊരു ജഡജാക്തരില്ല, മാർഗിൽ കുലാസേതരില്ല. പരമൊരു ജഡജാക്തരില്ല, മാർഗിൽ കുലാസേതരില്ല. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് ഓ ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കളിഘോഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. കളിഘോഷങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. ബഹുജന സ്തുതി കൊതിയരല്ല, പരനെനിക്ക് കീഴ്പ്പെടണമെന്നില്ല. ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഏറ്റവും വലിയ ഭാഗ്യം ഈ കൃപയിൽ വന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു പദവും കൂടെ ചേർത്ത് പറയാം, ഞെളിയാതെ ഭയപ്പെട്ടോണം. അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഇത് കിട്ടിയെന്നും ഒന്നും ആരും ഞാനും ചിന്തിക്കരുത്, നിങ്ങളും ചിന്തിക്കരുത്. എന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം നടന്നത്. എന്റെ വിശുദ്ധ ജീവിതം കൊണ്ടാ ഇതെല്ലാം ഇങ്ങനെ ഓർഡറിൽ പോകുന്നത്. അങ്ങനെയൊന്നും ചിന്തിച്ച് നകളിക്കരുത്. എന്റെ പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ട ഇതെല്ലാം ഇങ്ങനെ ഓടുന്നത് എന്ന് ചിന്തിക്കരുത്. എന്റെ പാട്ടിന്റെ ട്യൂണും പിച്ചുമൊക്കെ നോക്കിയ കാര്യങ്ങളെല്ലാം ചിന്തിക്കരുത്. എന്റെ കായബലം ഇപ്പൊ ഉള്ളതിൽ ഇച്ചിരി തന്റെ ഇടം എനിക്കാ. അഥവാ ഒരടി വന്നാൽ തടയാൻ എനിക്കാണിപ്പം അതിന്റെ ചുവടും മുറയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ വേറെ ആരും ഇതിനകത്ത് കയറാത്ത. എന്നെ കൊച്ചുങ്ങള് ഊച്ചിക്കെട്ടി ദൂരോട്ടെറിയും. സ്തോത്രം. നെകളിക്കരുതെന്നായി പറഞ്ഞത്. ഉള്ളതിൽ ഇച്ചിരി കാശ് എനിക്കാ. ഉള്ള കാശ് നല്ലൊരു പനിക്ക് പോലും ഇല്ല. നല്ലൊരു പനി വന്നാൽ ആ ഉള്ള കാശും അല്പം കടവും കൂടെ മേടിച്ചേച്ച് നീ സ്തോത്രം നെകളിക്കരുതെന്നായി പറഞ്ഞത്. സ്തോത്രം. ഇപ്പൊ ഈ സഭയിലുള്ളതിൽ നല്ലൊരു വീട് എനിക്കാ. ലത്തൂരിലെ കാര്യം അറിയാമല്ലോ. ലത്തൂര് എന്തുവാ? സ്തോത്രം. നികളിക്കരുത്. ഇപ്പൊ ഉള്ളതിൽ ഞാനായി സഭയിൽ ഇച്ചിരി കാണാൻ അല്പം അല്ല ചിലക്കൊക്കെ അങ്ങനെ തോന്നും. ഉള്ളതിൽ ഇച്ചിരി മെച്ചം എനിക്കാ. പുഴുപോലെ ക്ഷയിക്ക് വന്ന ഒന്നും കണ്ട് നികളിക്കരുത്. വിനയത്തോടിരുന്നോണം. ദൈവം നമ്മളെ ഒരായുധമാക്കുന്നല്ലാതെ പുകഴാനൊന്നുമില്ല. ദൈവത്തിന്റെ കരുണയാ. നാം ആകുന്നത് അവിടുത്തെ കൃപയാ. അതുകൊണ്ട് നമ്മുടെ മിടുക്കും സാമർഥ്യം കൊണ്ട് ഇത് കിട്ടിയെന്ന് ഞാനും ചിന്തിക്കരുത്, നിങ്ങളും ചിന്തിക്കരുത്. അങ്ങനെ എന്തേലും ചിന്ത അകത്ത് കയറിയാൽ ഞാനാന്നേലും നിങ്ങളാന്നേലും സൂക്ഷം അടികൊള്ളും. സബ്ജക്റ്റ് വേറെ ആന്നേലും ഒരു പദം ഇങ്ങനുണ്ട്, ആ വീടിന്റെ വീഴ്ച. അതുകൊണ്ട് ആരും അങ്ങനെ വീഴരുത്. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വളരെ സൂക്ഷിച്ചോണം. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം.
ആട്ടെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ രണ്ടു കാലം മുടത്തി ലോറേവാരി കിടന്ന മെബീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ആ പന്തിഭോജനത്തിൽ ഇരുത്തി അവന്റെ അവകാശങ്ങളെല്ലാം അവന് തിരികെ കൊടുത്തു. നമ്മൾ ആ കാര്യം ചിന്തിച്ച് നിർത്തിയത്. ദൈവത്തിന് മഹത്വം. വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്, ഇടയ്ക്ക് ഞാൻ കയറി ചിന്തിച്ചതാ. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത്, പെട്ടകത്തിന് മുമ്പിൽ പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്തു. കർത്താവിന് മഹത്വം. പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ ദാവീദ് പൂർണ്ണ ശക്തിയോടെ കുതിച്ച് പാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. ആരാധിച്ച ദാവീദിന് ദൈവം ചെയ്തത് ശത്രുവിനെ ഒതുക്കി, മൂലസ്ഥാനം പിടിച്ചെടുത്തു. ദൈവത്തിന് മഹത്വം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. ഇനി അടുത്തത് ഒരു പോയിന്റ് കൂടെ പറയാം. ഇപ്പൊ എത്രയായി? 8 9 8. ഒരു പോയിന്റ് കൂടെ. ഈ അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് ഓടിപ്പോകുന്ന വേളയിൽ തന്റെ കൂടെയുള്ളവരും താനും പെട്ടകം എടുക്കാൻ മറന്നില്ല. അതായത് ഈ പെട്ടകം എടുത്തോണ്ട് വരണമെന്നുള്ളത് ദൈവഹിതമാണ്. കൂടെയുള്ള അബിയാഥാർ പുരോഹിതനൊക്കെ പൊടുന്നനെ ചെന്ന് ആ പെട്ടകം എടുത്തുകൊണ്ട് ഇഞ്ഞ് പോകുന്നു. അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് ഓടുക. ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. സ്വന്തം പുത്രനാകുന്ന ഈ അബ്ശാലോമിനെ പേടിച്ചാണ് ദാവീദ് ഓടുന്നത്. ദാവീദ് ഓടാനുള്ളതിന്റെ കാരണം അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം കയറി. അധികാരമോഹം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഭാഗമാ. ഈ വിഷയം എടുക്കുന്നത് കൊണ്ട് അത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചു വരുന്നത്. അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം. ആ 15-ാം അധ്യായത്തിന്റെ 1, 2 ഒന്ന് വായിച്ചേ. ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരെന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യവും ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ആ വഴക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇസ്രായേലിന്റെ രാജാവായിരുന്നു, പ്രഥമ രാജാവാണ് ശൗല്. ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗല്. ഇവര് രാജാവിന് വേണ്ടി ശടിച്ചു. അപ്പൊ തമ്പുരാൻ പറഞ്ഞ ഒന്നിനെ പിടിച്ചോ, ഇറക്കി അങ്ങോട്ട് നിർത്തിയപ്പോൾ തോൾപ്പക്കമുള്ള ഒരുത്തനെ കൊടുത്തു. ഗുണം വരാൻ കൊടുത്തതല്ല. ആ ഭാഗം നിങ്ങൾക്കറിയാം, നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. അങ്ങനെ ശൗലിനെ മാറ്റി. ശൗലിനെ പറ്റി കഴിഞ്ഞ ദിവസവും ഞാൻ വായിച്ചപ്പോൾ ഒരു പദം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉടക്കി. കർത്താവ് പറയുകയാ, എന്റെ കൃപ ഞാൻ അവന്റെ മേൽ നിന്ന് എടുത്തു മാറ്റിയെന്ന്. എന്റെ കൃപ ഞാൻ അവന്റെ പക്കൽ നിന്ന്. ഈ കൃപ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാക്കിയാ ചെയ്യുന്നെന്ന് എന്തും ചെയ്യും അല്ലേ? കൃപ പോയി കഴിഞ്ഞാൽ കേസ് കൊടുക്കും, തലയ്ക്കടിച്ച് താഴെ ഇടും, മുളക് പൊടി വിതറും അല്ലേ? കത്തിക്ക് കുത്തും, കസേര എടുത്ത് അടിക്കും. കൃപ പോയി കഴിഞ്ഞ കണ്ണ് പൊട്ടുന്ന പറയും. കൃപ പോയി കഴിഞ്ഞ പിന്നെ എന്തുവാ പറയുന്നത്, എന്തുവാ ചെയ്തെന്നൊന്നും സ്വാഭാവികമാണോ എന്ന് പോലും കർത്തൃമേശയുടെ പാത്രം എടുത്തെറിഞ്ഞ ആൾക്കാരുണ്ട്. അന്നും ഒരു നടക്ക് പോകുകയല്ല. ഈ കൃപ പോയി കഴിഞ്ഞത് കൊണ്ടാ എപ്പോഴും കൈ കുന്തവാ, എപ്പ കണ്ടാലും കുത്തും. കൃപ പോയതിന്റെ ലക്ഷണമാണ്. എപ്പ കണ്ടാലും കുത്തും. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തി, കുത്തിയതെല്ലാം കണ്ട. കൃപ പോയ ഉന്നം തെറ്റും. കൃപ പോയ ഉന്നം തെറ്റും.
കൃപയുണ്ടെങ്കിൽ ഉന്നമുണ്ട്. സൂക്ഷിച്ച ഒരു കല്ലെടുത്തെറിഞ്ഞ് കൃത്യം നെറ്റിക്കൊണ്ട് കവിണ് വേണം. ഒരു 4 കല്ല് അവിടെ കിടപ്പുണ്ട്. ഒറ്റ കല്ല് എടുത്തോളൂ. നമ്മൾ അന്ന് 1 ലോഡ് കല്ലിറക്കിയാലും എറിഞ്ഞെറിഞ്ഞ് ഊപ്പാട് വരുന്നതല്ലാതെ ഒരു കല്ല് പോലും. എന്നാ കൃപയുള്ളവന്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്താൽ മതി. നിസാരമായ ഒരു വസ്തു കൊടുത്താലും കൃപയുണ്ടോ അത് ജ്വലിക്കും. സാറ് ചൊല്ലിയൊരു പദമുണ്ട്, ഞാൻ എപ്പോഴും ചൊല്ലുന്നതാ, ഒന്നുകൂടെ അങ്ങ് ചൊല്ലാം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു ദത്തദപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. ആ പദം മനസ്സിലായോ? നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ദ്യ നമസ്തേ ദേവദേവ നമജനപാലന പാരായണ. മോശയെന്നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ടു നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. അറിയാൻ മേലിലും മുഖഭാവമെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തണ്ടേ? ഉറങ്ങുകയാണോ? കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ. കരം ഞാൻ എപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതാ, നിങ്ങൾക്കും അറിയാം. കരം കരം ഈ ആണ്ടി കരം കൊടുക്കാനൊത്തില്ല പാസ്റ്റർ. ഇന്നലെ മുതൽ കരത്തിന് അങ്ങ് വേദനയാണ്. അതുകൊണ്ടാ ഞാൻ ആരാധിക്കാതെ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ. അപ്പൊ പറ കരവേദ ഉറക്കെ പറ. കഴുത. കരം ഈ കയ്യ. കരം ഇപ്പൊ എല്ലാം ഇംഗ്ലീഷ് പഠിത്തമാണല്ലോ. മൂർഖന്റെ ഇപ്പൊ പിടികിട്ടിയോ? മുഖത്തിന്റെ കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ. ഫെലിസ്ത്യരെല്ലാം കൂടെ വന്ന് വട്ടമിട്ട് നിൽക്കുക. അപ്പോൾ ശിംശോൻ ഇങ്ങനെ നോക്കി, കയ്യിൽ ആയുധമൊന്നുമില്ല. എവിടെയും എന്തേലും ആയുധം ഉണ്ടോന്ന് നോക്കി, ഒന്നും കിട്ടിയില്ല. പിന്നെ പരതിയപ്പോൾ ഒരു കഴുതയുടെ പച്ചത്താടിയൽ. കഴുതയുടെ കൃപയുള്ളവന്റെ ലക്ഷണമായി പറഞ്ഞേ. ഫെലിസ്ത്യർ വന്ന് വട്ടം നിൽക്കുക. ആ കഴുതയുടെ പച്ചത്താടിയല് ചാടി ഇങ്ങെടുത്ത്. എന്റെ അഭിപ്രായവും ചിന്തയും, നിങ്ങൾ ഇപ്പൊ തിയോളജിയന്മാരെല്ലാം കയറി കണ്ണിക്കും. ഇപ്പൊ അങ്ങോട്ട് മുഴുവൻ അങ്ങ് വെട്ടും കുത്തും കണ്ണനമാണല്ലോ. കണ്ണിക്കുന്നവർ കണ്ണിക്കട്ടെ. ആ കഴുതയുടെ പച്ചത്താടിയിൽ കൃപയുള്ള ശിംശോൻ എടുത്തപ്പോൾ അതിന്റെ മേലും അഭിഷേകം വ്യാപരിച്ചു. അഭിഷേകം അങ്ങനെ. അഭിഷേകമുള്ളവന്റെ കയ്യിൽ ഒരായുധം കിട്ടിയാൽ, നമ്മുടെ ബോർഡിന്റെ ആയുധം ജഡീകമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പഴയ നിയമത്തിന്റെ വിഷയത്തിലാണ് പറയുന്നത്. അഭിഷേകമുള്ളവന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ ആയുധത്തിലും അഭിഷേകം വ്യാപരിക്കും. അതല്ലയോ ശൗല് മരിച്ചപ്പോ ദാവീദ് വിലാപകാവ്യം പാടിയപ്പോൾ ഒരു പദം പറഞ്ഞു, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അങ്ങനല്ലേ വാക്യം? ആ വായിച്ച ആ വാക്യം. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ശൗമേലിന്റെ 2-ാം പുസ്തകം 1:21.
ഒന്നുകൂടെ വായിച്ചേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ ഒരുപാട് ദിനങ്ങളോ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമല്ലാത്ത പരിച തന്നെ. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. ഇല്ലാത്ത പരിച തന്നെ. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. അപ്പൊ അഭിഷേകമുള്ളവന്റെ കയ്യിൽ ഒരായുധം കിട്ടിയാൽ അതിനകത്ത് അഭിഷേകം. ഞാൻ കർത്താവിന്റെ വേലക്കാരോടും പറയാം, നമ്മുടെ കയ്യിൽ ദൈവം ഒരായുധം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആയുധം ഉപയോഗിക്കുന്ന ഒരു കാര്യം ചെയ്യണം. എന്നും രാവിലെ എണ്ണ പൂശണം. 82 കിട്ടിയ അതൊരു വാള്. ഇന്ന് വരെ എണ്ണ മുഴുവൻ തുരുമ്പാ. വെട്ടുമ്പോ കിറോ എന്നാ. വാതലയും തേഞ്ഞു ഒടിഞ്ഞു. 82 ബൈബിൾ സ്കൂളിൽ വെച്ച് കിട്ടിയതാന്നാ പറയണേ. നല്ല കാര്യം, എണ്ണ പൂശണം. ആയുധത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം, എന്റെ വിഷയമല്ലെന്ന് അറിയാം. യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 4 മുതൽ വായിച്ചോ. എന്റെ ഹൃദയം പതറുന്നു. എന്റെ ഹൃദയം പതറുന്നു. ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. മേശ ഒരുക്കുവീൻ, പർവ്വതാനി വിരിപ്പീൻ, ഭക്ഷിച്ചു പാനം ചെയ്യുവീൻ, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. മതി. പ്രഭുക്കൻ, നമ്മൾ ദൈവത്തിന്റെ പ്രഭുക്കന്മാരാ. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണ പൂശണം. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പരിച വിശ്വാസത്തിന്റെ പരിചയാണ്. അതിലെ എഫേസ്യ ലേഖനം 6:10 മുതൽ വായിച്ച മനപ്പാഠം പറയാം. എന്നാലും അങ്ങ് വായിച്ചു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പീൻ. നമുക്ക് പോരാട്ടമുള്ളത്, നമ്മുടെ സർവായുധവർഗമാണ് നമുക്ക് പോരാട്ടമുള്ളതായ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോട് ലോകം കണ്ട ദുഷ്ടാത്മസേനയോടും അത്രയും അടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. ഇനി സർവായുധവർഗത്തിന്റെ ലിസ്റ്റ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി, അരയ്ക്ക് സത്യം കെട്ടണം. സത്യമേ സംസാരിക്കാവൂ. ഈവൻ പോയാ സത്യം പറയുകയില്ല, മൊത്തം കൂട്ടിക്കെട്ടാം. എന്റെ അമ്മ ചിലപ്പം ചില വിഷയം പറയുമ്പോ പറയും, മൊട്ടത്തലയും കുടുംബിയും കൂടെ കൂട്ടിക്കെട്ടുന്നവളാ അവള്. ഒരാളുടെ കാര്യം പറഞ്ഞതാ. മൊട്ടത്തലയും കുടുംബിയും കൂടെ എങ്ങനെയാ മൊട്ടത്തലയും കുടുംബിയും കൂട്ടിക്കെട്ടുന്നേ? 2 കുടുംബിയാന്നേ കൂട്ടിക്കെട്ട. മൊട്ടത്തലയെ ഒരു കുടുംബിയും കൂടെ എങ്ങനെ കിട്ടും? നിങ്ങൾ പറ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കൂട്ടിക്കെട്ടും. എന്നിട്ട് അവര് തമ്മിൽ അടി ഉണ്ടാക്കും. ഈ പുള്ളി മാറി നിന്ന് രസിക്കും. പിറ്റേ ദിവസം 2 സ്ഥലത്ത് ചെന്ന് സമരിക്കും ചെല്ലും. ഇത്ര വേഷം. മൊട്ടത്തലയും കുടുംബി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സത്യം സംസാരിക്കണം. സത്യം വിൽക്കുകയല്ല. സത്യം. ഞങ്ങളുടെ വെളിയനാട്ടെ കുന്നുപറമ്പിലെ കൊച്ചായൻ ഞങ്ങൾ ചില വിഷയം പറയുമ്പോൾ, പാസ്റ്ററെ സത്യമോ? അതെ കൊച്ചായ സത്യം. അയ്യോ, അത് 46-ൽ അറബിക്കടൽ കടന്നു പോയി. 1946-ൽ അറബിക്കടൽ കടന്ന് സത്യം പോയെന്ന്. സത്യത്തിന് സാക്ഷികളാകണം. അവിടുന്ന് സത്യമാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യമായനിലും നിത്യപിതാവിലും, സത്യമായനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ.
പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല എൻ പിതാവിൻ കൃക ഇമ്പമെഴും പല എൻ പിതാവിൻ കൃക ഇമ്പമെഴും പല സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ വേഗം സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ വേഗം ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ പോയി വരും ഞാൻ പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സർവായുധ വർഗമാണ് സത്യം. ആരൊക്കെ? സത്യം സംസാരിക്കണം. എന്നാൽ നമ്മൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കള്ളം പറയരുത്. എന്നാൽ ചില സമയത്ത് നമ്മൾക്ക് സത്യം പറയാൻ പറ്റാത്ത സാഹചര്യവും വരും. അന്നേരം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ പ്രശ്നമാകും. സത്യം പറഞ്ഞാൽ പ്രശ്നമാകും. ഞാൻ സത്യമേ പറയൂ, അതങ്ങനെ തന്നെ വേണം. പക്ഷെ നീ പറയുന്ന സത്യം ഒരു കുടുംബത്തെ കലക്കുന്നെങ്കിൽ, രണ്ട് വ്യക്തികളെ ഭിന്നിപ്പിക്കുന്നതാണെങ്കിൽ, രണ്ട് ചേരി ഉണ്ടാക്കുന്നതാണെങ്കിൽ, എന്റെ പൊന്നച്ചാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നതാ. കള്ളം പറയുകയും വേണ്ട. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പറയണം, ഞാൻ ഉരിയാടാതെ. അപ്പൊ പിന്നെ ഒരു അറ്റായി പറ, ഓ പുള്ളി ഒന്നും മിണ്ടുകയല്ല, അത്രയല്ലേ ഉള്ളു. എന്നാ ചോദിച്ചാലും ആട്ടെ, അലോക്യമില്ലല്ലോ. സത്യം നിങ്ങളുടെ അരക്ക് കെട്ടണം. പിന്നെ അതെല്ലാം മറിച്ചെന്ന് തോന്നുന്നു. നീതി എന്ന നീതി ഉണ്ടായിരിക്കണം. ഒരു വിഷയം വന്നാൽ നീതിയോടെ ഇടപെടാവും. അയാള് നോക്കി, പണം നോക്കി, ബലം നോക്കി ഇടപെടരുത്. ഇത് നീതിയാണോ എന്ന് ചിന്തിക്കണം. കാരണം നാം സേവിക്കുന്ന കർത്താവ് നീതിയുള്ള ദൈവമാണ്. അവരാള് കൂടുതലാ, എന്നാ പിന്നെ നമുക്ക് അവരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും ശരീരത്തിന്. ഞങ്ങളുടെ അവിടെ രണ്ട് ചേരി തമ്മി വഴക്കുണ്ടാക്കിയപ്പം ഞങ്ങളുടെ അവിടെ ഒരച്ചായൻ, പുള്ളി യുക്തിക്ക് മറുപടി പറയുന്ന ആളാണ്. പുള്ളിയോട് ഇത് പറഞ്ഞു, പുള്ളിയുടെ പേര് പറഞ്ഞു അച്ഛാ അവരാൾക്കാർ കൂടുതലുണ്ട്. ഉടനെ പുള്ളി പറഞ്ഞ ഒരു ഭാഷയുണ്ട്, അത് മൊത്തം പറയാനൊക്കത്തില്ല, കുറച്ച് പറയാം. പിന്നെ നിങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് നിങ്ങൾ പതുക്കെ വീട്ടോട്ട് പോകുമ്പോൾ അങ്ങ് പൂരിപ്പിച്ചോണം. പുള്ളിയോട് പറഞ്ഞു അവരൊത്തിരി ആളുള്ള കുടുംബമാണ്. പുള്ളി പറഞ്ഞു അങ്ങനെ ആന്നേ മാനാത്തി എന്ന് വലിയ ചെമ്പ് മേടിച്ച് നിറച്ച് അരിയിട്ട് വേവിച്ച് അത് കഴിച്ചതിന് ശേഷം വേറെ കുറെ കാര്യം പുള്ളി പറഞ്ഞു. അത് ഞാനിപ്പം മതിക്കി കൂടെ പറയുന്നില്ല. മനസ്സിലായോ? ആള് നോക്കി, പണം നോക്കി, ആമെ കരുത്ത് നോക്കിയല്ല ഇടപെടേണ്ടത്, നീതിയോടെ ഇടപെടണം. അപ്പൊ സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. അതാ ചെരുപ്പ് അടിഞ്ഞവൻ എന്നുള്ള പേരുണ്ടാകരുത്. പിന്നെ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും വിശ്വാസം എന്ന പരിച. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പരിചയാണ് വിശ്വാസത്തിന്റെ പരിച. അങ്ങനെയെങ്കിൽ യെശയ്യാപ്രവചനം വായിക്കുക, അങ്ങനെയുള്ള പരിചയ്ക്ക് എണ്ണഭൂഷണം. ഒന്നുകൂടെ വാക്യം വായിച്ച 21 ഞാൻ യെശയ്യാപ്രവചനം 21:5 വായിര്. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, പരിചയ്ക്ക് എണ്ണഭൂഷ. പരിചയം പിടിച്ചോണ്ട് നെടുകാൻ കൊടുക്കാൻ നടക്കുകയല്ല, അതിരാവിലെ എഴുന്നേറ്റ് എണ്ണഭൂഷണം. രാത്രി സമയവും ലഭിക്കുന്ന സമയത്ത് എണ്ണഭൂഷണം. വിശ്വാസത്തിന്റെ പരിചയ്ക്കകത്ത് എണ്ണഭൂഷണം. ഞാനിങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, കണ്ണിച്ചാലും കണ്ണിച്ചില്ലെങ്കിലും എണ്ണ എന്നുള്ളത് ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്.
Praise the Lord. എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ പരിശുദ്ധാത്മ നിറവിൽ വേണം നീ ജീവിക്കാൻ. വിശ്വാസവും വേണം, പരിശുദ്ധാത്മ നിറവും വേണം. ഒന്നുകൂടെ പറഞ്ഞാൽ അഭിഷേകത്തിൽ നിറയണം. അഭിഷേകത്തിൽ നിറയുമ്പോൾ അവൻ പരിചയ്ക്ക് എണ്ണ പൂശിക്കൊണ്ടിരിക്കുക. ആ പരിചയെടുത്ത് നീ പോർക്കളത്തിൽ ഇറങ്ങിയാൽ നിനക്ക് വിരോധമായിട്ട് വന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. ഒരു സൈന്യം നിന്റെ നേരെ പേടൽ പറഞ്ഞാൽ നീ ഭയപ്പെടത്തുമില്ല. അനേക കാളകൾ നിന്നെ വളയും. ബാശാൻ കൂട്ടന്മാർ വിഭക്ഷയോടെ അലറി നിന്റെ മുൻപേ അടുത്തു വരുമ്പോൾ വിശ്വാസത്തിന്റെ പരിചയത്തെ ജഗതന അവിശ്വാസം മാറട്ടെ, നിരാശ മാറട്ടെ, നിരാശ മാറട്ടെ. വിശ്വാസത്തിന്റെ പരിചയ. ഹല്ലേലൂയ. ദൈവമക്കൾ തമ്മിൽ കൂടുമ്പോൾ വിശ്വാസകാര്യോ പറയാം. മറ്റേ ആള് അസുഖം വന്ന് ചത്ത് കേട്ടോ. ചത്തപ്പ ആരുമില്ല. കുറുകുറാന്ന് വലിച്ച സ്തോത്രം. അവൻ വലിക്കാത്ത പുള്ളി അന്ന് രാത്രി മുതൽ വലിവ് തുടങ്ങും. എനിക്ക് എന്നാണ് പകൽ അത് കേട്ടത്. പിന്നെ ദൈവത്തെ ഓർത്ത് നിന്റെ നാക്ക് വളയ്ക്കാതിരുന്നാ നല്ലത്. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. തമ്മിൽ കാണുമ്പോൾ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. സ്തോത്രം. ഈ അമ്മാമയെ ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങൾക്ക് ഇല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു. എൻ്റെ അമ്മാമ്മയെ ഓരോന്ന് ഓർക്കുമ്പോ സ്തോത്രം. എന്റെ ദൈവം എനിക്ക് തരും. അമ്മാമ്മയെ ഭാരപ്പെടാതെ തക്ക സമയത്ത് ദൈവം, അങ്ങനെയല്ലയോ പുസ്തകത്തിൽ, തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ. അല്ല, അവന്റെ കരത്തെ കയറി കുത്തിച്ചാടാനല്ല, കരത്തിന്റെ കീഴിൽ കമ്പ കുത്തി ചാടുന്നത് പോലെ ചാടുക. അതിനെന്താ പറയുന്നത്? കമ്പെ കുത്തി ഇങ്ങനെ ഓടി വന്നിച്ച് കമ്പെ കുത്തി പോൾവാട്ട്. ഇപ്പൊ എല്ലാം പോൾവാട്ട് ചാട്ടക്കാരാ. വിശ്വാസത്തിൽ കുത്തി വിശ്വാസത്തിന്റെ വാക്ക് പറ. എന്റെ സഹോദര, എനിക്ക് അസുഖമാ, പാരപ്പണ്ട, പ്രാർത്ഥിക്ക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ വാക്ക് പറ. ഈ അസുഖമായിരുന്നു ഞങ്ങളുടെ വേവുകുട്ടിക്ക്, പ്രാർത്ഥിച്ച് സൗഖ്യമായി. ആണ്ടിപ്പം നല്ല പയറ് പോലെ നടക്കുന്നു. നമ്മളങ്ങനല്ലേ പറഞ്ഞു? സൂക്ഷിക്കണം കേട്ടോ, ഇത് വെച്ചോണ്ട് ഇരിക്കരുത്. ആരെങ്കിലും കാണിച്ചോ? ഇല്ല, ഞാൻ തന്നെ കണ്ടോണ്ടിരിക്കുക. അവിടെ തിണുത്തിരിക്കുന്നല്ലോ. ഇന്നലെ മുതലാ തിണുപ്പ്. വിറയലുണ്ടല്ലേ? ഇതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. കാറ്റ് ചിലപ്പോൾ കാണുകയില്ല, മഴ കാണുകയില്ല, കാർമേഘം കാണുകയില്ല, ഗോള് കാണുകയില്ല. പക്ഷെ വിശ്വാസത്താൽ കുടിയെടുക്കുക. വിശ്വാസത്താൽ കുടിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം നോക്കും അവ ഒന്നും കാണത്തില്ല, 2 വട്ടം പോയി നോക്കും കാണുകയില്ല. എന്നാൽ വിശ്വാസത്തിൽ പതരാതെ ക്ഷീണിക്കാതെ വീണ്ടും വീണ്ടും പോയി നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കാർമേഘം പൊങ്ങി വരുന്ന കാണാം. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്, നിരാശയുടെ വാക്ക് പറയരുത്, പരാജയത്തിന്റെ വാക്ക് പറയരുത്. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരും, എന്റെ തലമുറ അടപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ ഇപ്പോഴത്തെ അരാജകത്വം ദൈവം മാറ്റും. ഇന്ന് പകൽ വന്നവര് വിശ്വാസത്തോടെ തിരിച്ചു പോകാവൂ. ഹല്ലേലൂയ. സഭ അനുഗ്രഹിക്കപ്പെടും, ആത്മാക്കൾ വരും, സ്നാനം നടക്കും, അനേകർ രക്ഷിക്കപ്പെടും, എല്ലാവരും അഭിഷേകം പ്രാപിക്കും. കൂട്ടമായി പറ്റമായി ആത്മാക്കൾ കടന്നു വരും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഇത് യോഗം കഴിഞ്ഞ് പോകുമ്പം മിക്കവാറും ഈ സഭ അധികം നാള് പോകുമെന്ന് അതെന്നെ. ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ചിന്തിച്ചിട്ടും നീ അങ്ങ് പോയാ മതി. വിശ്വാസമുള്ളവരെല്ലാം ഇവിടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. മിടുക്കന്മാരെ അല്ല ആവശ്യം, വിശ്വാസവീരന്മാരെയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രഭുക്കന്മാരെ പരിചയ്ക്ക് എണ്ണ പൂശ. രാവിലെ വൈകിട്ടുമൊക്കെ ഇരുന്ന് അവസരം കിട്ടുമ്പോൾ വചനം ധ്യാനിച്ചും. എനിക്കാന്നേ ഉറക്കം വളരെ കുറവാണ്. എനിക്ക് അല്പസമയം കിട്ടിയാൽ ഞാൻ വേറെ പുസ്തകം ധ്യാനിക്കും, സ്തോത്രത്തിലും ഞാനിരിക്കും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. സ്തോത്രം അങ്ങനെ ആയിരിക്കണം.
പരിചയ്ക്ക് എണ്ണ പൂശിക്കൊണ്ടിരിക്കണം. ആ എണ്ണ പൂശുന്ന പരിചയായിട്ട് പടക്കളത്തിൽ ഇറങ്ങിയാൽ നിശ്ചയം വിടുതല. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വന്ന് പെട്ടെന്ന് അങ്ങ് നിർത്താം. അപ്പോൾ ശൗലിന്റെ മേൽ പകർന്ന ആ കൃപ ദൈവം എടുത്തു മാറ്റി. കൃപ പോയി കഴിഞ്ഞാൽ ഉന്നം തെറ്റും. അല്ല, കയ്യിൽ കുന്തമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, കുത്തിയതെല്ലാം ഭിത്തിയല്ലേ, അഭിഷിക്തനം ഒഴിഞ്ഞു മാറി. എന്നാൽ കൃപയുള്ളവന്റെ കയ്യിൽ ഒരു കല്ല് കിട്ടിയപ്പോൾ ഒറ്റയേറിന് താഴെ ഇട്ടു. ആ കൃപയുള്ളവനും കൃപയില്ലാത്തവനും തമ്മിലുള്ള അയാൾ കുത്തി 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 പദം വന്നൊടുവിൽ അതിൽ തന്നെ പുള്ളി കയറി. കൃപയില്ലാത്തവന്റെ ലക്ഷണം കണ്ടോ? കുത്തി 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 ഒടുവിൽ ആണ്ട് കിടക്കുന്നു. എന്നാൽ കൃപയുള്ളവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അവൻ വിടുതൽ എടുത്തു. അവൾ ശൗലിനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി തിരഞ്ഞെടുത്തെന്ന. അങ്ങനെ ദാവീദ് ഈ രാജസ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോ പിന്നെയും പ്രശ്നങ്ങളാ. തന്റെ മകൻ അബ്ശാലോം തനക്കെതിരെ കരുക്കൾ ഒരുക്കി. കരുക്കൾ. അബ്ശാലോമിന്റെ അകത്ത് അധികാരഭ്രാന്ത് കയറി. അധികാരം, മോഹം. നാടൻ ഭാഷയെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കസേരയ്ക്കുള്ള എന്റെ കസാര എങ്ങാനും പോകുമോ? എന്റെ കസാര എടുത്തുകൊണ്ട് വേറെ ആരെങ്കിലും പോകുമോ? ഞാനിരിക്കുന്നിടത്ത് ഇനി വേറെ വല്ലവരും കയറി ഇരിക്കുമോ? സ്തോത്രം. എങ്ങനെയും എനിക്കൊരു കസാര. സ്തോത്രം. അധികാരമോഹം. അതിനാണല്ലോ ഇപ്പൊ കടിപിടിയെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആത്മീക മണ്ഡലത്തിലും ഉണ്ട്. അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എന്തും ഒരു തത്വമില്ലല്ലോ. തത്വം വിശ്വസിക്കാനൊക്കത്തില്ല. ജയിച്ചു വരുന്ന എല്ലാരെയും വിശ്വസിക്കാനും എപ്പം വേണേലും. ഞാൻ നാന്നോ അതിന്റെ തലേ നാന്നോ ഒരു കാർട്ടൂൺ കണ്ട് ഒരു വലിയ തേങ്ങ മേളിയിരിക്കുന്നു. എങ്ങോട്ട് വേണേലും കയ്യാലപ്പുറത്തെ എങ്ങോട്ട് വേണേലും വിശ്വസിക്കാനൊക്കെയല്ല. എന്നാൽ വിശ്വസിക്കുന്ന ഒരുവനുണ്ട്, വിശ്വസിക്കാവുന്ന ഒരുവനുണ്ട്, നസറായൻ. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഇവിടെ ഒരുത്തരും വിശ്വസ്തരല്ല. എല്ലാം തക്കവും തായോ അവസരം പോലെ നിൽക്കും. എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ വിശ്വസിക്ക്, അവിടുത്തെ അംഗീകരിക്ക്, അവിടുത്തെ ആരാധിക്ക്, അവിടുത്തെ സേവിക്ക്. നിന്നെ തള്ളിക്കളയത്തിൽ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തുമില്ല. ഹല്ലേലൂയ. ശൗലിനെ നീക്കി ദാവീദിനെ രാജാവാക്കി. പക്ഷേ പ്രശ്നങ്ങളാ. അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം കയറി. അവിടെ വായിക്കുന്ന അബ്ശാലോം അധികാലത്ത് എഴുന്നേക്ക് വന്ന. പ്രാർത്ഥിക്കാനൊന്നുമല്ല, പാരയ്ക്കാ. അധികാലത്ത് എഴുന്നേൽക്കും. ചിലര് ഈ ഫോണടി കേട്ടോണ്ടാ രാവിലെ എഴുന്നേക്കാം, നല്ലത് പ്രാർത്ഥിക്കാനൊന്നുമല്ല. ഫോണിന്റെ ശബ്ദം കേട്ട് കിടക്കപ്പായി തന്നെ കിടന്നുകൊണ്ട് ഫോണിന്റെ ശബ്ദം കേട്ട്, അല്ലെ ബെഡേ കിടന്ന് ആദ്യം കിടന്നുകൊണ്ട് പറഞ്ഞാണ് എന്നാ അവിടുന്ന് എഴുന്നേറ്റില്ലല്ലയോ? പറ. ആന്നോ? എഴുന്നേറ്റു. കാരണം അവിടുത്തെ കോൾ അത്രയാ. എന്നിട്ട് എന്നാ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നിങ്ങളിപ്പോ ഇങ്ങേരിതല്ലേ എങ്ങനെ കണ്ടെന്നായിരിക്കും. നേരെ ദിനചര്യയുടെ ഭാഗം അവിടെയും ചെന്നിരുന്ന പറഞ്ഞാണ്ട് അയ്യോ പറഞ്ഞാട്ടെ നെല്ലിയോ? അതുകൊണ്ടങ്ങ് പോവുക. പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ആരാധിക്കുന്നില്ലല്ലോ, ധ്യാനിക്കുന്നില്ലല്ലോ, സ്തോത്രം ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ? അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽക്കലുണർന്നും, അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽക്കലുണർന്നു, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളും നോൻ ധന്യൻ. മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളും നോൻ. മനമേ ഉണർന്നോ സ്തുതിക്കാ നിൻ ദൈവത്തെ നീ. മനമേ
ജീവജന്തുക്കളല്ല ദൈവ മഹത്വത്തിനായി ജീവജന്തുക്കളല്ല ദൈവ മഹത്വത്തിനായി ലാവണ്യ നാദമോടെ ആവോളം പുകഴ്ത്തുന്നു ലാവണ്യ നാദമോടെ ആവോളം മനമേ ഉണർന്നു സ്തുതിക്ക നിൻ ദൈവത്തെ നീ. Praise the Lord. അതാ വിവരിക്കുന്നില്ല. അബ്ശാലോം അധികാലത്ത് എഴുന്നേക്കും. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയല്ല, വചനധ്യാനമല്ല, കൂട്ടായ്മയുടെ വിഷയമല്ല. അധികാരത്ത് എഴുന്നേറ്റ് പ്രാകാരത്തിൽ പടിവാതിൽക്ക പോയി നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് മഹാരാജാവിന്റെ മുഖം കാണിക്കാൻ വന്നാൽ ഒറ്റ വാക്കി പറയാ ആൾക്കാരെ അവിടെ ഇട്ട് വശീകരിക്കും. വന്നവനോട് കുശലാന്വേഷണം നടത്തി അവനോട് മുഖസ്തുതി പറയും. നീ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായം. എന്തിനേറെ ഒടുവിൽ ഇവൻ പറയുന്നൊരു ഡയലോഗുണ്ട്. ആട്ടെ, അച്ചായൻ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായം, പക്ഷെ വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ എന്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ട് അഭിപ്രായം? അതിന്റെ മനസ്സിലാകുന്ന ഭാഷ പറയാം. വരുന്നവനോട് ചോദിക്കും, എവിടാ വീട്? എന്റെ വീട് മീന്തലക്കരയില. തിരുവല്ല ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ. എന്നാ വിഷയം? വിഷയം എന്നാ പാസ്റ്റർ? ഞാനും എൻ്റെ ചേട്ടനുമായിട്ട് ഇച്ചിരി ഉടക്കാം. അവന് അതിര് മാന്തും. ഞാനവന് ഒരു കേസേ കൊടുത്തുള്ളൂ, അവൻ എനിക്കെതിരെ 3 കേസ്. നിങ്ങൾ രണ്ടും പെന്തിക്കോസിലാണ്. പിന്നെ അവൻ സഭയുടെ സെക്രട്ടറി, ഞാൻ സഭയുടെ ട്രഷററും. കൊള്ളാം, നല്ല സഭ. മനസ്സിലായോ? ആട്ടെ, അച്ചായൻ പറഞ്ഞതാ ശരി. വരുന്നവരോടെല്ലാം മുഖസ്തുതി പറഞ്ഞു. ചക്കരവാക്കും മുഖസ്തുതി. എന്നിട്ട് പറയാം, ആട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഈ വിഷയങ്ങൾ കേൾക്കാൻ ദാവീദിനിപ്പം സമയമൊന്നും ഇല്ലല്ലോ. ചില സഭകളിൽ ചില പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാവരും അല്ല, തെറ്റിദ്ധരിക്കരുത്. ഈ ചില പ്രവാചകന്മാര് എല്ലാവരുമല്ല, ചിലര് നന്നായിട്ട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നാൽ മെനക്കെട്ട് നടക്കുന്ന ചിലരും ഉണ്ട്. അവർ വന്നേച്ച് പറയും, എന്നോണ്ട് വിശേഷം. അപ്പം വീട്ടുകാർ പറയും, ചില വിഷയങ്ങളുണ്ട്, അല്ലാതെ എനിക്ക് പ്രാർത്ഥിച്ചമ്മ മനസ്സിലായി. ചില വിഷയങ്ങളുണ്ട്. അപ്പം വീട്ടുകാർക്ക് ജിജ്ഞാസ, എന്തോ പാസ്റ്റർ ഉണ്ട്. ആട്ടെ, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്? ഞങ്ങളിനുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ വരാറുണ്ടോ? ഉണ്ട്. വീട്ടുകാരൻ കോവിഡ് ആയതുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി അന്ന് വന്നതാ. പിന്നെ ഇന്ന് വരെ പുള്ളിയെ ഉണ്ടേ. പുള്ളിക്കിപ്പോ അതിന് നേരവും ഇല്ലല്ലോ. നേരവും ഇല്ലല്ലോ. അപ്പൊ വീട്ടുകാർക്ക് കുറച്ചുകൂടെ താല്പര്യം, പാസ്റ്റർക്ക് നേരം ഉണ്ടോ വന്നെന്ന്? ഉണ്ട്. പുള്ളിക്കിപ്പോ ഇതൊന്നും അല്ലല്ലോ നേരം. ഇങ്ങനെ പൂള് വെച്ച് കൊടുക്കും. അബ്ശാലോം ഇങ്ങനെ പൂള് വെച്ച് കൊടുത്ത് വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ ദേശത്ത് ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ അങ്ങനുണ്ട്. അങ്ങനെ ജനമെല്ലാം അബ്ശാലോമിന്റെ പക്ഷം തിരിഞ്ഞു. ചില സഭകളിൽ ശുശ്രൂഷകന്മാര് ചില ആഴ്ച വരാതിരിക്കുന്നത് ചില സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും കാര്യമല്ല. പാസ്റ്റർ പറയാ, ചോദിച്ചാ ഇന്ന് എനിക്ക് വരാനൊക്കത്തില്ല. കുഴപ്പമില്ല പാസ്റ്ററെ, ഞാൻ നടത്തിക്കോളാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലതാ. പക്ഷേ ജോയിനെ ആ സഭയിലുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് ജോയി എഴുന്നേൽക്കുമ്പോഴേ പറയാം, തുടങ്ങും. അബ്ശാലോം പൂള് വെച്ച് കൊടുത്തു. എന്നെ ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ എന്തിനേറെ അബ്ശാലോം ജനത്തെ വശീകരിച്ച് ചൊൽപ്പടിയിൽ വരുത്തി ദാവീദിന് വിരോധമായി കരുക്കൾ ഒരുക്കി.
ഈ വാർത്ത ദാവീദിന്റെ കാതിലെത്തിയപ്പോൾ ദാവീദ് പറഞ്ഞു, അയ്യോ, അബ്ശാലോം ഹെബ്രോനി രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അവന്റെ വാളിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് മരിക്കുന്നതിന് ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞ് സ്വന്തം പുത്രനാകുന്ന ഈ അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് ഓടി. തന്റെ കൂടെ ഓടാൻ എല്ലാവരും പോയില്ല. പ്ലേത്തിനുമാകുന്ന കുറെ പേരെ കൂട്ടി ദാവീദ് ഓടി. കാല് ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് ഗൽഗതത്തോടെ അതിവേദനയോടെ സ്വന്തം പുത്രനെ ഭയപ്പെട്ട് കൊട്ടാരത്തിൽ പാർക്കാൻ കഴിവില്ലാത്തവനായി കിരീടം വേണ്ടാന്ന് വെച്ച് പൊൻചങ്കോൽ മാറ്റിയിട്ട് രാജവസ്ത്രം ധരിക്കാതെ സിംഹാസനം ഉപേക്ഷിച്ച് പൊൻചങ്കോലും ഇട്ടേച്ച് ദാവീദ് ഓടി മുമ്പോട്ട് പോകുകയാ. അങ്ങനെ ഓടിപ്പോയപ്പോഴും ഒരു കാര്യം കൂടെയുള്ളവരും മറന്നില്ല, പെട്ടകമെടുക്കാൻ മറന്നില്ല. ആ 15-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യം വായിച്ച് നമുക്ക് അങ്ങ് നിർത്താം. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന് നിയമപ്പെട്ടവൻ ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ച് കണ്ടോ. ഒന്നുകൂടെ വായിച്ച ആ 24 മുതലുള്ള വാക്യം. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ഇസ്രായേലിലും വന്നു. അടുത്തത് ലേവ്യരും വന്നു. സോറി, എല്ലാ ലേവ്യരും വന്നു. ഇസ്രായേലിലുള്ളവരാ ലേവ്യര്. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെയും മല കയറി അബ്യാഥാർ മല. സോറി, സാദോക്ക് ദൈവത്തിന്റെ പെട്ടകം എടുത്തോണ്ട് വന്നു. അബ്യാഥാരോ മല കയറി. പുള്ളി എല്ലാത്തിനും പുറകോട്ട് വാലവാ. സാദോക്ക് ദൈവത്തിന്റെ പെട്ടകം എടുത്തോണ്ട് വന്നു. അബ്യാഥാര് മല കയറി. ചിലരെല്ലാത്തിനും വാലമുള്ള ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും വാലം, പാടാൻ പറഞ്ഞാലും ഒരു ചെറിയ വാലം, പ്രസംഗിക്കാൻ പറഞ്ഞാലും വാലം, യോഗത്തിന് വരുന്നത് കണ്ടാലും പുറകോട്ടൊരു പിടുത്തം, അവൻ ഇരുന്നാൽ തന്നെ ഒരു സുഖം ഇല്ല. അങ്ങനെയുള്ളവരെ ശുശ്രൂഷയ്ക്ക് ശോഭിക്കാനൊക്കത്തില്ല. നല്ല ചടുലതയോടെ നിൽക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നല്ല മിടുക്കരായിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ തിരികുന്നതാണ്. അത് മറക്കാതെ വണ്ണം തിരിച്ചറിഞ്ഞ് സാദോക്ക് ആ പെട്ടകം എടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്ക വന്നു. ഇന്ന് പകലോർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായിരിക്കണം. നമുക്ക് അവിടുത്തെ ഹിതമൊന്ന് തിരിച്ചറിയാം. ദൈവത്തിന്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 30-ാം അധ്യായത്തിൽ വായിച്ചത്, ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു. തനിക്കെതിരെ കല്ലെറിയുവാൻ ജനമെല്ലാം കൂടെ സംഘടിച്ചപ്പോൾ തിരിച്ച് കല്ലെറിയാനോ തിരിച്ചവരോട് ഉടക്കുണ്ടാക്കാൻ ദാവീദ് പോയില്ല. ആ മനുഷ്യൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. നമുക്ക് ധൈര്യം ദൈവത്തിൽ നിന്ന്. ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ട് ധൈര്യപ്പെട്ടു. ഈ പകൽ ബലത്തോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം, ബലത്തോടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന്റെ തിരികെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവിടുത്തെ ഹിതത്തിനായിട്ട് തന്നെ സമർപ്പിക്കുന്നു, അവിടുത്തെ ആലോചന ായിട്ട് തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാം.